नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 62. ഭഗവാൻ കൃഷ്ണൻ ബാണാസുരനുമായി യുദ്ധം ചെയ്യുന്നു. പേജ് നമ്പർ 611. ശിവൻ ശിവജ്വരം പ്രയോഗിക്കുന്നതു കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണനു നാരായണജ്വരം പ്രയോഗിക്കുകയല്ലാതെ മറ്റു പോംവഴി ഒന്നുമില്ലായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ ആദിനാരായണനാണ്. നാരായണജ്വരം എന്ന ആയുധത്തിൻ്റെ നിയന്താവുമാണ്. നാരായണജ്വരം പ്രയോഗിച്ചതോടെ രണ്ടു ജ്വരങ്ങളും തമ്മിൽ ഉഗ്രമായ പോരാട്ടം തുടങ്ങി. അത്യുഷ്ണത്തെ അതിശൈത്യം നേരിടുമ്പോൾ അത്യുഷ്ണം ക്രമേണ കുറഞ്ഞു വരുന്നതു സ്വാഭാവികമാണ്. ഇതുതന്നെയാണു നാരായണജ്വരവും ശിവജ്വരവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴും സംഭവിച്ചത്. ക്രമേണ ശിവജ്വരത്തിൻ്റെ താപനില തീരെ താഴ്ന്നു. ശിവജ്വരം സഹായത്തിനു വേണ്ടി ശിവനെ വിളിച്ചു കരഞ്ഞു. പക്ഷേ നാരായണജ്വരത്തിൻ്റെ മുമ്പിൽ ശിവനു അവനെ സഹായിക്കാനായില്ല. ശിവനിൽ നിന്നു സഹായം കിട്ടാതെ വന്നപ്പോൾ ഇനി സാക്ഷാൽ നാരായണനായ ഭഗവാൻ കൃഷ്ണനെ തന്നെ അഭയം പ്രാപിക്കുകയേ നിവൃത്തിയുള്ളൂ എന്നു ശിവജ്വരത്തിനു മനസ്സിലായി. ദേവന്മാരിൽ മുഖ്യനായ ശിവന് സഹായിക്കാനാവില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം എന്തു പറയാൻ? അതിനാൽ ആത്യന്തികമായി ശിവജ്വരം ഭഗവാൻ കൃഷ്ണനു മുമ്പിൽ കീഴടങ്ങി. ഭഗവാൻ പ്രസാദിച്ച് അഭയം നൽകട്ടെ എന്നു കരുതി പ്രാർത്ഥനാപൂർവം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചു വണങ്ങി. ശിവന്റെയും ഭഗവാൻ വിഷ്ണുവിൻ്റെയും അവസാനത്തെ ആയുധങ്ങൾ ഏറ്റുമുട്ടിയ ഈ സംഭവം ഒരു കാര്യം തെളിയിക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ സംരക്ഷണമുള്ളവനെ ആർക്കും വധിക്കാനാവില്ല. കൃഷ്ണൻ സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ ആർക്കും അയാളെ രക്ഷിക്കാനുമാവില്ല. ശിവനെ മഹാദേവൻ എന്നാണു വിളിക്കുന്നത്. സൃഷ്ടി നടത്തുന്നതിനാൽ ബ്രഹ്മാവിനെയും മഹാദേവൻ എന്നു വിശേഷിപ്പിക്കാറുണ്ട്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെ സംഹരിക്കാനുള്ള ശക്തി ശിവനുണ്ട്. എന്നാൽ രണ്ടു പേർക്കും ഓരോ കഴിവേയുള്ളൂ. ബ്രഹ്മാവിനു സൃഷ്ടിക്കാനും ശിവനു സംഹരിക്കാനും. എന്നാൽ അവരിലാർക്കും സംരക്ഷിക്കാനാവില്ല. ഭഗവാൻ വിഷ്ണുവിനു സംരക്ഷിക്കാൻ മാത്രമല്ല, വേണ്ടിവന്നാൽ സൃഷ്ടിക്കാനും സംഹരിക്കാനുമുള്ള കഴിവുകൾ കൂടിയുണ്ട്. വാസ്തവത്തിൽ ബ്രഹ്മാവല്ല സൃഷ്ടി നടത്തുന്നത്. എന്തെന്നാൽ ബ്രഹ്മാവു തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെ സൃഷ്ടിയാണ്. ശിവൻ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ്, അഥവാ ബ്രഹ്മാവിനു ജനിച്ചവനാണ്.
അങ്ങനെ വരുമ്പോൾ കൃഷ്ണന്, അതായതു നാരായണനു മാത്രമേ തന്നെ രക്ഷിക്കാനാകൂ എന്നു ശിവജ്വരത്തിനു ബോധ്യമായി. അതിനാൽ അവൻ കൃഷ്ണനെ തന്നെ അഭയം പ്രാപിച്ച് കൂപ്പുകൈകളോടെ ഇപ്രകാരം പ്രാർത്ഥിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട ഭഗവാനേ, അവിടുത്തേക്ക് എൻ്റെ സാദര പ്രണാമങ്ങൾ. അവിടുത്തെ ശക്തി അപരിമേയമാണ്. അവിടുത്തെ കഴിവുകളെ ഉല്ലംഘിക്കാൻ ആർക്കുമാവില്ല. അങ്ങനെ അവിടുന്ന് എല്ലാവരുടെയും നാഥനാകുന്നു. ഭൗതിക ലോകത്തിൽ ഏറ്റവും ശക്തനായ വ്യക്തി ശിവനാണെന്നു ജനങ്ങൾ കരുതുന്നു. എന്നാൽ ശിവൻ സർവശക്തനല്ല, അങ്ങു സർവശക്തനാണ്. ഇതാണു വാസ്തവം. ആദിമബോധവും ജ്ഞാനവും അങ്ങു തന്നെ. അവബോധമോ ജ്ഞാനമോ കൂടാത്തതൊന്നും ശക്തമാവില്ല. ഒരു ഭൗതിക വസ്തു വളരെ ശക്തമാണെന്നു വരാം, എന്നാൽ അറിവിൻ്റെയോ അവബോധത്തിൻ്റെയോ സ്പർശമില്ലാതെ അതിനു പ്രവർത്തിക്കാനാവില്ല. ഒരു ഭൗതിക യന്ത്രം ഭീമവും അത്ഭുതകരവുമായിരിക്കാം, എന്നാൽ അതേക്കുറിച്ചുള്ള അവബോധവും ജ്ഞാനവുമില്ലെങ്കിൽ ആ ഭൗതിക യന്ത്രം തികച്ചും നിരുപയോഗമാണ്. ഭഗവാനേ, അങ്ങു ജ്ഞാനപൂർണനാണ്. അങ്ങയിൽ ഒരു തരിമ്പ് പോലും ഭൗതിക മാലിന്യമില്ല. സൃഷ്ടിയെ മുഴുവൻ സംഹരിക്കാൻ വേണ്ട സവിശേഷ ശക്തിയുള്ളതിനാൽ ശിവൻ മഹാശക്തനായ ദേവനായിരിക്കാം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളതിനാൽ ബ്രഹ്മാവും ശക്തനാണ്. എന്നാൽ ബ്രഹ്മാവോ ശിവനോ ഈ പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ ആദികാരണമല്ല, അഥവാ ആദിമൂലമല്ല. അങ്ങ് നിരപേക്ഷ സത്യമാണ്, പരബ്രഹ്മമാണ്. അങ്ങാണ് ആദികാരണം. പ്രപഞ്ചപ്രത്യക്ഷത്തിൻ്റെ ആദികാരണം നിർവ്യക്തികമായ ബ്രഹ്മദീപ്തിയല്ല. ആ ബ്രഹ്മദീപ്തി അങ്ങിലാണു വിലയം കൊള്ളുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നതുപോലെ നിർവ്യക്തിക ബ്രഹ്മത്തിൻ്റെ സ്രോതസ്സ് ഭഗവാൻ കൃഷ്ണനാണ്. സൂര്യഗോളത്തിൽ നിന്നു പ്രസരിക്കുന്ന പ്രകാശം പോലെയാണു ബ്രഹ്മദീപ്തി. അതിനാൽ നിർവ്യക്തിക ബ്രഹ്മമല്ല ആദികാരണം. എല്ലാറ്റിൻ്റെയും ആത്യന്തികമായ കാരണം കൃഷ്ണൻ്റെ പരമമായ ശാശ്വത രൂപമാണ്. ഭൗതികമായ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും നിർവ്യക്തിക ബ്രഹ്മത്തിലാണ് സംഭവിക്കുന്നത്. എന്നാൽ കൃഷ്ണൻ്റെ നിത്യരൂപമായ സാക്ഷാൽ ബ്രഹ്മത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളുമില്ല. അതിനാൽ ഭഗവാനേ, അവിടുത്തെ ശരീരം ശാന്തിപൂർണവും ആനന്ദമയവും ഭൗതിക മാലിന്യങ്ങളകന്നതുമാണ്. ഹരേ കൃഷ്ണ.